ഹലോ എവ്രി വൺ, ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ്. മോഹിനിയാട്ടം അരങ്ങേറ്റ വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. എല്ലാവരും ഗുരുവായൂരിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് എൻ്റെ മുടി കെട്ടി പിന്നെ ഒരു പൊട്ട് വെച്ചു. കാരണം നമ്മൾ മുഖത്ത് മേക്കപ്പ് ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മേക്കപ്പ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ജസ്റ്റ് മുടി കെട്ടിയിട്ടാണ് റെഡി ആയത്. അങ്ങനെ റെഡി ആയതിനു ശേഷം എല്ലാവർക്കും ദക്ഷിണ കൊടുത്തിട്ടാണ് ഇറങ്ങുന്നത്. ഫസ്റ്റ് അമ്മയ്ക്കാണ് കൊടുക്കുന്നത്, പിന്നെ ഇത് അച്ഛനാണ് കൊടുക്കുന്നത്. പിന്നെ ഇതെൻ്റെ അച്ഛമ്മയാണ്. അച്ഛമ്മയ്ക്കാണ് പിന്നെ ദക്ഷിണ കൊടുത്തത്. പിന്നെ ഇതെൻ്റെ ചെറിയച്ഛനാണ് പിന്നെ ദക്ഷിണ കൊടുത്തത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇറങ്ങി. Two brothers. അങ്ങനെ പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ ചില്ലടിച്ച് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരെത്തി. ഇനി ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. സമയം ഏകദേശം 1:30 ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടൽ സൗപർണികയിൽ വന്നു. വെജിറ്റബിൾ ബിരിയാണിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ അച്ചാർ, പപ്പടം, സാലഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സെപ്പറേറ്റ് ഗോബി മഞ്ചൂരിയൻ ഓർഡർ ചെയ്തു. അങ്ങനെ എല്ലാം കൂടെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ 2 അരങ്ങേറ്റവും ഗുരുവായൂർ വെച്ച് തന്നെയാണ് നടന്നത്. ഭരതനാട്യവും കുച്ചിപ്പൊടിയും. ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് മോഹിനിയാട്ടം. പക്ഷേ ഈ അരങ്ങേറ്റത്തിനൊരു പ്രത്യേകത ഉണ്ട്. കഴിഞ്ഞ 2 അരങ്ങേറ്റത്തിനും എൻ്റെ അച്ഛന് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം എൻ്റെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യം ശങ്കരാചാര്യയിൽ റൂം എടുത്തു. എന്നിട്ട് ഇവിടെ ബാഗൊക്കെ വെച്ചതിന് ശേഷം മേക്കപ്പിന് വേണ്ടിയിട്ട് പോയി. അമൃത ടൂറിസ്റ്റ് ഹോമിലെ ഒരു റൂമിലാണ് ഞങ്ങളുടെ മേക്കപ്പ് നടന്നത്. ഇതാണ് എൻ്റെ ഡാൻസ് ടീച്ചർ. പിന്നെ ഇതാണ് ഞങ്ങൾ 3 പേരും. ഞങ്ങൾ 3 ആളുമാണ് മോഹിനിയാട്ടം കളിക്കുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ ജസ്റ്റ് ടീച്ചറിനോട് ചോദിച്ചു മോഹിനിയാട്ടം തുടങ്ങാലേന്ന്. അപ്പോൾ ടീച്ചർ പെട്ടെന്ന് തന്നെ പറഞ്ഞു, എന്നാൽ അരങ്ങേറ്റം ഇപ്പോൾ അടുത്ത് നടക്കുന്നുണ്ട്, ഞാൻ പഠിച്ചു വെച്ച് തന്നെ കയറ്റാമെന്നാണ് പറഞ്ഞിരുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാണ്ടായിരുന്നു എനിക്ക് ഈ ഒരു ചാൻസ് കിട്ടിയത്. ഞാൻ വെറും 2 ദിവസം കൊണ്ടാണ് ഇത് പഠിച്ചെടുത്തത്. പിന്നെ ബാക്കി കുറച്ച് ക്ലാസ്സുകൾ കൊണ്ട് കറക്റ്റാക്കി എടുത്തു ടീച്ചർ. അങ്ങനെയാണ് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് എൻ്റെ മോഹിനിയാട്ടം അരങ്ങേറ്റം നടക്കാൻ പോണത്. 5 വയസ്സ് തൊട്ട് എന്നെ ഡാൻസിന് കൊണ്ടുവരുന്ന എൻ്റെ അമ്മയ്ക്കും അതേപോലെ എന്നെക്കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞ് എനിക്ക് നല്ല രീതിയിൽ തന്നെ പഠിപ്പിച്ചു തന്ന എൻ്റെ ഡാൻസ് ടീച്ചർ ചിത്ര ടീച്ചർക്കും ഒരുപാട് നന്ദി. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഞാൻ ബേസ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിരുന്നു. അങ്ങനെ ബേസ് മേക്കപ്പൊക്കെ ചെയ്ത് വരികയാണ്. എത്ര കണ്ടാൽ മതി, എത്ര കണ്ടാൽ മതി. അങ്ങനെ ഫേസ് മേക്കപ്പൊക്കെ കംപ്ലീറ്റ് ആയി. പിന്നെ ഞാൻ മുടി കെട്ടാൻ വേണ്ടി പോയി. അങ്ങനെ മുടിയൊക്കെ കെട്ടി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് ഈ ചുന്ദരിനെ കണ്ടത്. പിന്നെ ഓർണമെൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തു. അങ്ങനെ എൻ്റെ മേക്കപ്പൊക്കെ എല്ലാം കഴിഞ്ഞു. ഞാനങ്ങനെ റെഡിയായി. എൻ്റെ കൂടെ പാർട്ട്നേഴ്സായിട്ടുള്ളത് ശ്രീതല ചേച്ചിയും മാളുവാണ്. ശ്രീതല ചേച്ചി BEdനാണ് പഠിക്കുന്നത്. മാളു 6th സ്റ്റാൻഡേർഡിലാണ്. അങ്ങനെ ഞങ്ങളുടെ ഡാൻസ് ടീച്ചർ ചുരിദാറൊക്കെ മാറ്റി സാരിയൊക്കെ കൊടുത്ത് ഒരുങ്ങി നിൽക്കുകയാണ്. ഞങ്ങളുടെ കൂടെയുള്ള ഭരതനാട്യം ബാച്ചും അതിലെ കുട്ടികളും റെഡി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഞങ്ങളെല്ലാവരും ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ എടുത്തു. റീൽസിൻ്റെ പാട്ട് വെച്ചു, പക്ഷെ ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പാട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് പാട്ടില്ലാണ്ട് ഞങ്ങൾ കളിക്കുകയാണ് ചെയ്തത്. പിന്നെ ഞങ്ങളുടെ കൂടെ കുറച്ച് പേരൊക്കെ വന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ പതുക്കെ സ്റ്റേജിലേക്ക് കയറി.
അങ്ങനെ ഫസ്റ്റ് ടൈം അരങ്ങേറ്റത്തിന് എനിക്ക് അച്ഛൻ ചിലങ്ക് കെട്ടണതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. ഫസ്റ്റ് ഡാൻസ് ഭരതനാട്യമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളാണ് കയറിയത്. ഞങ്ങൾ 2 ഡാൻസാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന് ജതിസ്വരം, പിന്നെ ഒന്ന് പനിമതിയായിരുന്നു. അതിൽ പനിമതീൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കാണണേ. അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞു. എല്ലാവർക്കും സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അരങ്ങേറ്റമൊക്കെ സക്സസ്ഫുള്ളായി. പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വന്നു റൂമിലേക്ക്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ മസാല ദോശയൊക്കെ കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.